നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഈ പരിശുദ്ധ അൾത്താര നമ്മളെ ക്ഷണിക്കുന്നത് ഈ വലിയ വിശ്വാസ ബന്ധത്തിലേക്കാണ്. ഈശോ നിന്നോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കും. ഇന്ന് നിന്നെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുന്ന വിഷയങ്ങൾ എന്താണ്? നിത്യം നിലനിൽക്കുന്നൊരു ബന്ധത്തിലേക്ക് ഈശോ ക്ഷണിക്കുമ്പോൾ ഇന്നോ നാളെയോ ഈ മണ്ണിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിലാണോ നിന്റെ ജീവിതത്തിലെ ബന്ധം കിടക്കുന്നത്? അതോ നിത്യമായ ജീവിതമാവുന്ന യേശു നൽകുന്ന ബന്ധത്തിലാണ്? നീ വ്യക്തമായി തിരിച്ചറിയണം. യേശുവാകുന്ന ബന്ധത്തിൽ വേണം ബാക്കി എല്ലാ ബന്ധങ്ങളെയും തിരിച്ചറിയാൻ. ഏത് കാര്യത്തിലാണ് സങ്കടം? ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞ ഏതെങ്കിലും കമന്റ്, ഏതെങ്കിലും ഡയലോഗുകൾ, ഏതെങ്കിലും ആശയങ്ങൾ നിന്റെ തലയ്ക്കകത്ത് നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടോ? ഇതാ ഈശോ നിന്നോട് പറയുന്നു, പ്രിയപ്പെട്ട മകനെ, മകളെ, മനുഷ്യര് പറയുന്ന വാക്കുകളിൽ നിന്റെ ജീവിതം കുടുങ്ങിക്കിടക്കരുത്. മറിച്ച് ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ നിനക്ക് വേണ്ടി സ്വർഗം ചില കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. 2 കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചോ. ഈ അൾത്താര നിന്നെ പഠിപ്പിക്കുന്നു ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തൊരു ബന്ധത്തെക്കുറിച്ച്, അനശ്വരമായൊരു കൃപയെക്കുറിച്ച്. ഈ ഭൂമിയിലെല്ലാം നഷ്ടപ്പെട്ടാലും ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു ബന്ധം യേശു നിനക്ക് വേണ്ടി നൽകുന്നു. ഈശോ നിന്നോട് പറയുന്നു, മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട. കരങ്ങൾ ഇങ്ങനെ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ ഈശോ പറയുന്നു, നിനക്ക് കേൾക്കാം, നീ ഭയപ്പെടേണ്ട മകനെ, മകളെ. ഭയപ്പെടേണ്ട മകനെ, മകനെ, മകളെ. ആമേൻ. ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ, കരയരുതേ ഇനി എൻ കൺമണിയേ. ആമേൻ. ഞാൻ നിന്റെ കൂടെയില്ലേ. ഈ വരികൾ ആവർത്തിച്ച് സ്വയം പറഞ്ഞു പാടിക്കേ. എന്റെ ദൈവമേ, അങ്ങനെ പഠിപ്പിക്കുന്നു. കരയരുതേ, സ്വയം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു കാര്യത്തിന്റെ പേരിലും കരയില്ല. മറിച്ച് ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ദൈവമേ, അങ്ങാണ് എൻ്റെ സർവശക്തൻ. അങ്ങനെ പഠിപ്പിക്കുന്നു, ഞാൻ ഭയപ്പെടേണ്ട. ഞാൻ ഒരു വ്യക്തിയുടെ മുമ്പിലും ഭയപ്പെടില്ല, ഒരാശയത്തിന് മുമ്പിലും ഭയപ്പെടില്ല. ഈ ഭൂമി ജീവിതത്തിൽ ഒരു കാര്യത്തിന് മുമ്പിൽ ഭയപ്പെടാതെ, കർത്താവേ, നിവർന്ന് ജീവിക്കാൻ എനിക്ക് ശക്തി നൽകണമേ. കൈകൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ.